പതിനായിരക്കണക്കിന് ദ്വീപുകളാൽ സമൃദ്ധമായ ഇന്തോനേഷ്യയിലെ കൊമോഡോ റിംഗ തുടങ്ങിയ പ്രത്യേക ദ്വീപുകളിൽ മാത്രം കാണപ്പെടുന്ന അതിശയകരമായ ജീവികളാണ് കൊമോഡോ ഡ്രാഗണുകൾ. പല്ലിവർഗത്തിലെ രാജാക്കന്മാരായ ഇവർ കേവലം വലിപ്പം കൊണ്ട് മാത്രമല്ല, തങ്ങളുടെ സങ്കീർണമായ വേട്ടയാടൽ രീതികൾ കൊണ്ടും ലോകത്തെ അമ്പരിപ്പിക്കുന്നു. ഏകദേശം 10 അടിയിലധികം നീളവും 70 കിലോയിലധികം ഭാരവും വഹിക്കുന്ന ഈ ജീവികൾ ഒരു യഥാർത്ഥ പ്രാക് ചരിത്ര ജീവിയെ പോലെയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. ഇവയുടെ വാലിന് ശരീരത്തോളം തന്നെ നീളമുണ്ട് എന്നത് ഇവയ്ക്ക് വെള്ളത്തിലും കരയിലും ഒരുപോലെ കരുത്തു നൽകുന്നു. ഇവയുടെ വേട്ടയാടൽ രീതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് അങ്ങേയറ്റം ക്ഷമയും തന്ത്രവും നിറഞ്ഞതാണ്. വായ വായുവിൽ തുറന്നുപിടിച്ച് നാക്ക് പുറത്തേക്കിട്ട് ഇരയുടെ ഗന്ധം തിരിച്ചറിയാൻ ഇവയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ഏകദേശം 4 മുതൽ 9 കിലോമീറ്റർ ദൂരെയുള്ള മാംസത്തിന്റെ ഗന്ധം പോലും ഇവരുടെ നാവിൽ തുമ്പിൽ കുരുങ്ങും. ഒരു ഇരയെ കണ്ടാൽ അത് എത്ര വലുതാണെങ്കിലും നേരിടാൻ ഇവ മടിക്കാറില്ല. കാട്ടുപോത്തുകൾ, മാനുകൾ, പന്നികൾ എന്നിവയെല്ലാം ഇവരുടെ ഇരകളാണ്. മറ്റൊരു പ്രധാന വസ്തുത ഇവയുടെ കടിക്കുള്ളിലെ വിഷാംശമാണ്. പണ്ടുകാലത്ത് ഇവയുടെ വായയിലെ ബാക്ടീരിയകളാണ് ഇരയെ കൊല്ലുന്നത് എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നുവെങ്കിലും ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത് ഇവയുടെ താഴത്തെ താടിയിലുള്ള വിഷഗന്ധിയെക്കുറിച്ചാണ്. കടിയേൽക്കുന്ന ഇരയുടെ രക്തം കട്ടപിടിക്കുന്നത് തടയുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഇരയെ സാവധാനം മരണത്തിലേക്ക് നയിക്കുകയാണ് ഇവ ചെയ്യുന്നത്. കടിയേറ്റ ശേഷം രക്ഷപ്പെട്ടോടുന്ന ജീവിയെ മണിക്കൂറുകളോളം, ചിലപ്പോൾ ദിവസങ്ങളോളം ഇവ പിന്തുടരും. ഇര പൂർണ്ണമായും വീഴുന്നതുവരെ കാത്തിരിക്കാനുള്ള ഇവരുടെ ക്ഷമ ലോകത്തെ മറ്റൊരു വേട്ടക്കാരിലും കാണാൻ സാധിക്കാത്ത ഒന്നാണ്. കുടുംബജീവിതത്തിലോ കൂട്ടമായോ ജീവിക്കാൻ താല്പര്യമില്ലാത്ത ഈ ജീവികൾ ഭക്ഷണം കഴിക്കാനോ ഇണചേരാനോ മാത്രമാണ് ഒത്തുചേരുന്നത്. ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും വലിപ്പത്തിന് അനുസരിച്ചുള്ള കർശനമായ നിയമങ്ങൾ ഇവർക്കിടയിലുണ്ട്. പ്രായപൂർത്തിയായ ഡ്രാഗണുകൾ സ്വന്തം കുഞ്ഞുങ്ങളെ പോലും ഭക്ഷണമാക്കാറുള്ളതുകൊണ്ട് മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾ രക്ഷപ്പെടാനായി മരങ്ങളിലാണ് ആദ്യകാലം ചെലവഴിക്കുന്നത്. 30 വർഷത്തോളം ആയുസ്സുള്ള ഈ ജീവികൾ പ്രകൃതിയുടെ അത്ഭുതമാണെങ്കിലും ഇന്ന് വംശനാശത്തിന്റെ വക്കിലാണ്. കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരുടെ ഇടപെടലുകളും ഇവരുടെ ആവാസ വ്യവസ്ഥയെ സാരമായി ബാധിക്കാറുണ്ട്. എങ്കിലും ഇന്തോനേഷ്യൻ ഗവൺമെന്റിന്റെയും യുനെസ്കോയുടെയും പ്രത്യേക സംരക്ഷണത്തിൽ ഈ ഡ്രോണുകൾ സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നു. ഇത്രയേറെ സവിശേഷതയുള്ള ഒരു ജീവിതവർഗം ഭൂമിയിൽ ഇന്നും അവശേഷിക്കുന്നു എന്നത് പരിസ്ഥിതിയുടെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.